പെട്ടത് ബഹുമാനപ്പെട്ട PP പാറന്നൂർ ഉസ്താദിന്റെ പേരിലാണ്. ബഹുമാനപ്പെട്ട 9 വയസ്സ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു ദിവസം കൊടുവള്ളിയിൽ വാതിന് പോകുമ്പോ ഞാൻ മരണം നടന്ന വീട്ടിൽ പോയി. പോകുമ്പോൾ ഓടിങ്ങനെ മോന്തായം താഴ്ത്തിട്ടിരിക്കുകയാണ്. തല കുനിച്ചിട്ടല്ലാതെ കയറാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ തല കുനിഞ്ഞകത്ത് കയറി. ആ കൊച്ചു വീടിന്റെ മൂലയിൽ ഒരു ചെറിയ തടിക്കട്ടില് കിടക്കുന്നുണ്ട്. ആ തടിക്കട്ടിലൊരു ബെഡ് പോലുമില്ലാതെ തണുപ്പായ വിരിച്ചൊരു തടിയുടെ കട്ടില്. ഉസ്താദിന്റെ മക്കൾ പറഞ്ഞു, ഇതിനകത്താണ് പാറന്നൂർ ഉസ്താദ് കിടന്നുറങ്ങിയത്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മനുഷ്യന്റെ കയ്യിലായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ താക്കോൽ ആ മനുഷ്യന്റെ കയ്യിലായിരുന്നു. ആ മഹാനവറുകളുടെ ഖജാൻജിയായിരുന്നു. ചിന്തിക്ക് നിങ്ങൾ. തല കുനിച്ചിട്ടാണ് ഞാൻ കയറിയത്. ആ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വീടിന്റെ മൂലയിൽ ഒരു പലകക്കട്ടില്. ആ കട്ടിലാണ് സമസ്തയുടെ ട്രഷറർ കിടന്നുറങ്ങിയത്. ഒരു തലപ്പായ വിരിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഉസ്താദിന്റെ മക്കൾ, എനിക്ക് ഇരിക്കുറപ്പിച്ചില്ല. ഈ മഹാമാരി നിന്നെടുത്ത് ഈ മഹാഭാവി എങ്ങനെ ഇരിക്കും? നിർബന്ധിച്ചിരുത്തിയപ്പോ എന്റെ തലയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കയറ് വന്ന് തട്ടി. എന്തെന്ന് നോക്കിയപ്പോ മോന്തായത്തിന്റെ കരിക്കോലൊരു പ്ലാസ്റ്റിക് കയറ് കെട്ടിയിട്ടിരിക്കുകയാ. മക്കള് പറഞ്ഞു, വാപ്പ മരിക്കുന്നത് വരെ ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല. ഈ പ്ലാസ്റ്റിക് കയറിൽ പിടിച്ച് തൂങ്ങിയിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി വീടിന്റെ മുമ്പിലുള്ള പള്ളിയിൽ പോയി ഇശാനിസ്കാരത്തിന് നിൽക്കാൻ കഴിയാതെ 2 പേര് പുറകിൽ നിന്ന് ഇങ്ങനെ താങ്ങി പിടിച്ചു. ഇന്ന് നിസ്കരിക്കാൻ പറ്റില്ല രോഗം കാരണത്താൽ. ഖബറിലെ ആദ്യ രാത്രി കേട്ടവരെ ഇങ്ങോട്ട് നോക്ക്. മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഇങ്ങനെ താങ്ങി പിടിച്ചു കഴിയുമ്പോ അശാ നിസ്കരിച്ചു. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് വിത്ര നിസ്കരിക്കുകയാ. ഉസ്താദിന് നിൽക്കാൻ കഴിയുന്നില്ല. ആ പള്ളിയിൽ നീണ്ടു നിവർന്ന് കിടന്നിട്ട് വിത്ര നിസ്കരിച്ചു. ആളുകളെ ചോദിച്ചു, ഉസ്താദെ തീരെ വയ്യല്ലോ, എന്തിനാ ഇങ്ങനെ കിടന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത്? എന്തിനാ? ആ കിടന്ന കിടപ്പില് പാറന്നൂർ ഉസ്താദ് പറഞ്ഞു, ഇന്നത്തെ രാത്രിയിലല്ലാതെ ഞാനിങ്ങനെ കിടന്ന് നിസ്കരിക്കുന്നതെന്നാണ്. നാളെ ഞാൻ പോവുകയല്ലേ. പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് വഫാത്തായി. ഖബറിലെ ആദ്യ രാത്രിയുടെ തലേ രാത്രി പള്ളിയിൽ വന്ന് നിവർന്ന് കിടന്ന് നിസ്കരിച്ചിട്ടാണ് പാറന്നൂർ ഉസ്താദ് പോയത്. നവ്വറല്ലാഹു മർക്കദാ. സുബഹിയുടെ ബാങ്ക് വിളി കേട്ടിട്ട് ഇജാബത്ത് പറയുമ്പോഴാണ് ശംസുൽ ഉലമ നടന്നു നീങ്ങിയത്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇതൊരു വെളിച്ചമാണ്. റബ്ബേ, ആ വെളിച്ചം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരൊക്കെ ഖബറിന്റെ ആദ്യ രാത്രിയിലെ പുതുമണവാളന്മാരാണ്. നമുക്കൊക്കെ എന്താണ് ബാക്കിയുള്ളത്? ഇൻഷാ അല്ലാഹ് ഈ പ്രവാസമൻ എന്താണ് ബാക്കിയുള്ളത്? ഇൻഷാ അല്ലാഹ് ഈ പ്രവാസമൻ